ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഉലുവ, പിന്നെ വേണ്ടത് കുരുമുളക്. ഇതെല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ഇത് ചതച്ചെടുത്തതാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ നന്നായി മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ഒരു 5 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനായാലും അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നും. എന്തെങ്കിലും ഒരു കറിയൊക്കെ വെച്ചിട്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ആണെങ്കിലും ഡിന്നറിൻ്റെ കൂടെയൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് അതും നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. സബോള നന്നായി വാടി കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബോള ഒരുവിധം വാടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി നന്നായി ഒന്ന് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വാടി കിട്ടണം. നമ്മൾ ഈ കുക്കറിലൊക്കെ വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് ഒരു 10-15 മിനിറ്റ് ഉണ്ടായാൽ മതി കേട്ടോ ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏത് ഒരു കറി മീറ്റ് വയ്ക്കുകയാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമല്ലോ, മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, അത് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ചുവന്നുള്ളി. ഒരു 15 ചുവന്നുള്ളി ഉണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചെറു ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കറിൽ ഒരു 4-5 വിസിൽ വന്നാൽ മതി. ബീഫ് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കടായി വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ചുവന്നുള്ളി വേണം. ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ട് അത് നന്നായി ഒന്ന് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് തൂമിച്ചിട്ടെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. കൂടെ കുറച്ചധികം തന്നെ വേപ്പില ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ വേപ്പില കുറച്ച് കുറവായിരുന്നു, ആ കാരണം കൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വേപ്പില കൂടുതൽ ഇട്ട് കൊടുത്തോളും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ചാറോട് കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ചാറ് കറി കിട്ടും. ഇത് അല്പം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കണം, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനതിലേക്ക് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിയില കൂടി മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക.